എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു വ്യത്യസ്തമായ വിഭവവുമായാണ് വന്നിരിക്കുന്നത്. സോയ മഞ്ചൂരിയൻ. അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മഞ്ചൂരിയൻ ബോൾ ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ 5 ബ്രെഡ്, പൊടിയായി അരിഞ്ഞ ക്യാരറ്റ് 2 ടേബിൾ സ്പൂൺ, കാബേജ് പൊടിയായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 സ്പൂൺ. കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവർക്ക് സാധാ മുളക് പൊടി ആയാലും മതി, അതാണെങ്കിൽ 1/4 സ്പൂൺ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂൺ, കോൺഫ്ലോർ 1/4 കപ്പ്. ഇനി നമുക്കിതെങ്ങനെയാണ് പാചകം ചെയ്യണമെന്ന് നോക്കാം. അതിനായി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണം അത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ. നല്ല നൈസ് പൊടിയായിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാബേജ്, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 സ്പൂൺ, ഉപ്പ് ഒരു 1/2 സ്പൂൺ, കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് വെള്ളം അധികം കൂടാൻ പാടില്ല. ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവായിട്ട് വേണം കിട്ടാനായിട്ട്. നമ്മൾ പൂരിക്കൊക്കെ കുഴയ്ക്കുമല്ലോ, അന്നേരം അതുപോലെയുള്ള ഒരു അവസ്ഥയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇത് കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം ഇത്തിരി കൂടിയാൽ കുഴപ്പമില്ല, അതിനനുസരിച്ച് കുറച്ചുകൂടെ കോൺഫ്ലവർ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിതിൽ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അത് നോക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉപ്പൊന്ന് നോക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ മാവിൽ നിന്ന് ഓരോ മാവ് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഓരോരോ ഉരുളകളാക്കാം. ഉരുളകളുടെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചാണ്. നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ഉരുളകളായിരിക്കും ഇത്തിരിയും കൂടി നല്ലത്. അത് നമ്മൾ കയ്യിലിട്ടിട്ട് ഉരുട്ടി ഉരുളകളാക്കാം. അങ്ങനെ എല്ലാ മഞ്ചൂരിയൻ ബോളുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ബോളുകളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്, ഷാലോ ഫ്രൈ അല്ല. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടാവുന്നതാണ്. മഞ്ചൂരിയൻ ബോൾ അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഈ കളറിൽ വേണം ബോൾസൊക്കെ എടുക്കാനായിട്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ച് നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി 3 എണ്ണം, ഒരു പച്ചമുളക് ഇത് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ വേണം. സ്പ്രിംഗ് ഓണിയൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് സബോള ചെറുതാക്കി കൊത്തിയരിഞ്ഞതാണ്. ഇതിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം അതേപോലെ 1/2 കപ്പ് ചെറുതാക്കി അരിഞ്ഞതാണ്. അതും ഇട്ടതിന് ശേഷം 1/4 സ്പൂൺ ഉപ്പ്, കുരുമുളക് പൊടി 1 സ്പൂൺ അത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് ജസ്റ്റ് മാറിയാൽ മതി, ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് ഇത് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക്
കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതായത് കട്ടയൊന്നും പിടിക്കാതെ നല്ല ലൂസായിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒട്ടും തരികൾ പാടില്ല. അത് അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാല അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മഞ്ചൂരിയൻ ബോൾസ് ആഡ് ചെയ്യാം. മഞ്ചൂരിയൻ ബോൾസ് ആഡ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ചുകൂടെ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി. പക്ഷേ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്, നല്ലൊരു മണമുണ്ട്. സ്പ്രിംഗ് ഓണിയന് പകരം മല്ലിയിലയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. എല്ലാത്തിലും മല്ലിയിലയാണ്. ഞാൻ അതുകൊണ്ട് ഇതിൽ സ്പ്രിംഗ് ഓണിയന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിന് ആഡ് ചെയ്യണത്. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റിയും എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്നതുമായ മഞ്ചൂരിയൻ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID-യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.